ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു നൽകാതെ കൊച്ചി കോർപ്പറേഷന്റെ ടർഫ്. കൊച്ചി പള്ളുരുത്തിയിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ടർഫാണ് UDF ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ പൂട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ അവധിക്കാലം എത്തിയതോടെ കുട്ടികൾ കീറിയ നെറ്റിനിടയിലൂടെ നുഴഞ്ഞു കയറി ടർഫിൽ കളി തുടങ്ങി. കൊച്ചി കോർപ്പറേഷനിൽ LDF ഭരണസമിതി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ മുടക്കിയാണ് ടർഫ് നിർമ്മിച്ചത്. എന്നാൽ കോർപ്പറേഷൻ ഭരണം UDFന് ലഭിച്ചതോടെ ടർഫ് പൂട്ടിയിട്ട നിലയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ടർഫിന്റെ ഉദ്ഘാടനത്തിനു ശേഷം ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം കുട്ടികൾക്ക് തുറന്നു നൽകിയ ടർഫിൽ പിന്നീട് പന്തുരുളാതെയായി. ടർഫിൽ പന്ത് തട്ടാനായി കാത്തിരുന്ന കുട്ടികൾ നെറ്റിന്റെ വിടവിലൂടെ അകത്തുകയറി പന്ത് തട്ടി തുടങ്ങി. നമ്മളിവിടെ കളിക്കാൻ തുടങ്ങിയപ്പോൾ റാഷിദ് ഹുസൈൻ വന്നിട്ട് നമ്മളെ ചീത്തയൊക്കെ പറഞ്ഞു, ഇവിടെ കളിക്കാൻ നിൽക്കണ്ട, ഇവിടെ ഇനിയും വലയൊക്കെ നല്ലോണം കെട്ടാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിന്നെ പട്ടികളൊക്കെ കയറി കളിക്കണം. ഇവിടെ കയറി കളിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യം അവിടെ കുറേ തുളയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ സൈഡിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് എല്ലാവരും കൂടി കളിക്കും. ടർഫിലെ ടോയ്ലറ്റുകളുടെ പണി പൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞാണ് ടർഫിനെ താഴിട്ടിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് അടക്കമുള്ളവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചു തുടങ്ങി. കുട്ടികൾ കളിച്ചു നടക്കേണ്ട ടർഫ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ്. അധികൃതർ കണ്ണടയ്ക്കുന്നതോടെ കുട്ടികളുടെ ഭാവിയാണ് പ്രതിസന്ധിയിലാകുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.